ഇന്ത്യ കരുതലോടെ മാത്രമേ ഇനിയുള്ള സൈനിക നീക്കങ്ങൾ നടത്താവൂ. അതിവൈകാരികമായ പ്രതികരണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും ആ രീതിയിൽ ആ നിലയ്ക്കുള്ള കരുതലോടുകൂടിയുള്ള നീക്കങ്ങളിലേക്കായിരിക്കാം ഇന്ത്യ പോവുകയും ചെയ്യുന്നത്. ബസന്ത് ഡൽഹിയിൽ തുടരുന്നുണ്ട്. ബസന്ത്, അങ്ങനെ ഇന്ത്യ ഒരു കരുതലോടുകൂടിയുള്ള സൈനിക തയ്യാറെടുപ്പുകൾ തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തിരക്കിട്ട മറ്റ് ചർച്ചകൾ ഒക്കെ തന്നെ നടക്കുമ്പോഴും ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് ഈ വൈകുന്നേരത്തോടെത്തുമ്പോൾ അത് ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ, അത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ഈ വിഭാഗങ്ങളുടെയൊക്കെ തന്നെ കോർഡിനേഷനൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ദിവസം പ്രതീക്ഷ അല്പസമയത്തിനകം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി ചേരാനിരിക്കെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രിയുടെ വളരെ വ്യക്തമായിട്ടുള്ള സന്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് മാധ്യമ പ്രവർത്തകരോട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിശക്തമായി തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഞാൻ രാഷ്ട്രത്തിന് ഉറപ്പ് നൽകുന്നു എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. കനത്ത തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാവുക. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെയും അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെയും പുറത്തു കൊണ്ടുവരും, അവരെ നേരിടും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു ഭീകരർ. വ്യക്തവും ഉറച്ചതുമായ പ്രതികരണം ഉണ്ടാകുമെന്നുമാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗത്തിന് തൊട്ട് മുന്നോടിയായി പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ കർക്കശമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ പ്രതിരോധ മന്ത്രി സേനാ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിരോധ സെക്രട്ടറി അടക്കമുള്ളവരും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ സേനാ തലത്തിലുള്ള നടപടിയാണോ വരിക എന്നുള്ളതാണ് ഇന്ന് കണ്ടറിയേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങി വരുന്നുമുണ്ട്. അദ്ദേഹം കൂടി വന്നു ചേർന്ന ശേഷമായിരിക്കും 6 മണിക്ക് യോഗം ചേരുക. കാശ്മീരിലെ തൽസ്ഥിതിയും പ്രതിരോധ സേനാ മേധാവികളുടെ വിലയിരുത്തലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരിക എന്നുള്ളതാണ്. ഏതായാലും രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും തന്നെ ഇപ്പോൾ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം തങ്ങൾക്ക് പങ്കില്ല എന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറുപടി വരുമ്പോഴും അവരുടെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളെ കൂടി എങ്ങനെ നമുക്ക് കാണേണ്ടി വരും? പിന്നെ മറ്റൊന്ന്, ഈ പറയുന്നത് നമുക്ക് 24 മണിക്കൂർ പിന്നിടാൻ പോകുന്നു ഈ ദുരന്തം രാജ്യം ഏറ്റുവാങ്ങിയതിന് ശേഷം. അതിനോടകം ഈ പറയുന്ന ഭീകരയെക്കുറിച്ചുള്ള അവരുടെ രേഖാചിത്രം ആദ്യം പുറത്തുവിടുന്നു. അവരെക്കുറിച്ച് ഏകദേശം വ്യക്തമായ ചിത്രങ്ങൾ വരുന്നു. അതിൻ്റെ ചരടുവലി എവിടെയെന്നാണ് സംബന്ധിച്ചും ആസൂത്രകനെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാൻ സൈന്യത്തിനും രാജ്യത്തിനും കഴിഞ്ഞു എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം. അപ്പോൾ ഇനി ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ്റെ അവിടുത്തെ സാഹചര്യങ്ങൾ, അതിർത്തിയിലെ ഇപ്പോൾ തിരച്ചിൽ, അതൊക്കെ നമുക്കെങ്ങനെ ഏത് നിലയിൽ നമുക്ക് കാണാൻ കഴിയും, വിലയിരുത്താൻ കഴിയും? പ്രതീക്ഷ, ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന് പാകിസ്ഥാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇന്ത്യയുടെ തന്നെ ഒരു ഫ്ലാഗ് ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു നീക്കം, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ നടത്തിയ ഒരു ആക്രമണം എന്നുള്ള തരത്തിൽ വിലയിരുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇത് പതിവ് പാകിസ്ഥാൻ്റെ ഒരു രീതിയാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഭീകരാക്രമണം ഉണ്ടായാൽ തങ്ങൾക്ക് പങ്കില്ല, ഇത് അതാത് രാജ്യങ്ങൾ നടത്തിയതാണ്, കാശ്മീരിലെ സ്വയംഭരണ അവകാശ നിർണയത്തിനുള്ള ആ പോരാട്ടത്തെ തകർക്കാൻ തുടങ്ങിയ സ്ഥിരമായി പറയുന്ന ചില ടെംപ്ലേറ്റുകൾ, ചില വാചകങ്ങൾ വെച്ചുള്ള പാകിസ്ഥാൻ്റെ പ്രസ്താവന മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ഇതിൽ പാകിസ്ഥാൻ സേനയും ഇപ്പോൾ അതിർത്തിക്കപ്പുറം സജ്ജമാണ് എന്നുള്ള തരത്തിലാണ് ചില വാർത്തകളൊക്കെ വരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗവും സേനയോട് സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും പ്രതികരണം എന്നുള്ളത് പാകിസ്ഥാൻ നേരിടാനും തയ്യാറാകുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നത്. പാകിസ്ഥാൻ സേനാ മേധാവിയുടെ 2 ദിവസം മുമ്പുണ്ടായ വിദ്വേഷ പ്രസംഗം ഇത്തരം ഒരു സംഭവത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യ അത് വെക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനെ ആഗോള തലത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നതിന്, മാറ്റി നിർത്തുന്നതിനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ പ്രതികരണത്തിൻ്റെ ഭാഗമാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾക്ക് പുറമേ ആഗോളതലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ ഭീകരവാദം
കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്നുള്ള മുദ്ര ചാർത്താനും ഇന്ത്യ വലിയ തോതിലുള്ള ശ്രമങ്ങൾ വിദേശ രാഷ്ട്രങ്ങൾക്കിടയിൽ നടത്തും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇക്കാര്യം ഇന്ത്യ വളരെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അനുകൂലമായ നീക്കങ്ങൾ, അനുകൂലമായ നിലപാടുകൾ വിദേശ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വന്നിട്ടുമുണ്ട്. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പിന്നെ അന്താരാഷ്ട്ര ചില സംഘടനകൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ വിജയിച്ചിട്ടുമുണ്ട്. FATF പോലെയുള്ള, അതായത് ഭീകരതയ്ക്ക് പണം നൽകുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്ന ആഗോള നടപടികളിൽ പാകിസ്ഥാനെ മാറ്റി നിർത്തുന്നതിനുള്ള കാര്യങ്ങളിൽ ഇന്ത്യ വിജയിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അപ്പോൾ ഇത്തരം പ്രതികരണങ്ങൾക്ക് പുറമെ സൈനിക തലത്തിലുള്ള നടപടി കൂടി വരുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, തീർച്ചയായും.